ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു ലൈവ് ട്രേഡ് അഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ലൈവ് ട്രേഡിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓരോ ദിവസത്തെ ചാർട്ട് കാണുമ്പം അതിനകത്ത് നമ്മൾ പല ഡയമെൻഷനിലുള്ള അനലൈസിസ് പറയുന്നുണ്ട്. അത് കേൾക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് അതുപോലെ നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. അപ്പം ഇന്ന് ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ ഇതുവരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാര്യങ്ങളാണ്. ഓൾറെഡി ട്രേഡ് എടുത്തതിന് ശേഷം അതിൻ്റെ ലോജിക് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന പല വീഡിയോസാണ് ഇതിന് മുമ്പൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ തന്നെ യു ഷുഡ് ഹാവ് എ തോട്ട് പ്രോസസ്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, അല്ലേ? അപ്പോൾ നമ്മളുടെ തിങ്കിങ് ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ അതിൽ ട്രേഡ് ചെയ്ത് നോക്കി കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു ടോപ്പ് ഡൗൺ അനലൈസിസ് എന്ന് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ സ്കീമാറ്റിക് കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി ഈ പാർട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സെനാരിയാണ്. എങ്ങനെയാണ് മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നത്? വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളുടെ നാസ്താക്കിൽ ടൈം ഇൻ ന്യൂയോർക്ക് 11:04 AM അല്ലേ, രാവിലെയാണ്. വെനസ്ഡേ നവംബർ 13 നമ്മൾ ട്രേഡിങ്ങിൻ്റെ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പം 11:14 ഇപ്പം ലൈവ് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 71 പോയിന്റ് ഡൗൺ ആണ്. അപ്പം ഇവിടെ മാർക്കറ്റിൻ്റെ നമ്മളിപ്പം 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ഇങ്ങനെയുള്ള ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പം നമുക്ക് പെട്ടെന്ന് മാർക്കറ്റിൻ്റെ ഘടന അല്ലെങ്കിൽ ഓവറോൾ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് പിടികിട്ടത്തില്ല. സോ നമ്മൾ ഇച്ചിരി ഹയർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ചാർട്ട് ഇച്ചിരിയുടെ ഒരു കൺസോളിഡേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. സോ നമ്മളിവിടെ നോക്കുമ്പോൾ ഏതാണ് 30 മിനിറ്റ്സിൻ്റെ സ്ട്രക്ചറിൽ ഇങ്ങനെ നോക്കുകയാണ്. സോ ഈവൻ 45 മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാലും ഇച്ചിരി കൺസോളിഡേറ്റ് ചെയ്ത് കിട്ടി. സോ 40 മിനിറ്റ്സിൻ്റെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, അല്ലേ? ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തത് നമ്മളൊരു മിനിമം ഒരു 30 മിനിറ്റ്സിൻ്റെ നമ്മൾ നോക്കുകയാണെന്ന് വിചാരിക്കുക. 30 മിനിറ്റ്സിൻ്റെ നോക്കുമ്പം സോ ഈ ഒരു ക്യാൻഡിലിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഇതുണ്ടോ? ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ലോ ബ്രേക്ക് ചെയ്താക്കുന്ന ക്യാൻഡിലാണ് നമ്മളെ സംബന്ധിച്ച് മാർക്ക് ചെയ്യുന്നത് ഇവിടെ. അപ്പം നമ്മളുടെ സ്ട്രക്ചറൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതിനകത്ത് വെൻ ഈക്വൽ ഹൈസ് ആർ ക്രിയേറ്റഡ് ഇറ്റ് വിൽ ബി ടേക്കൺ, ഈക്വൽ ലോസ് ആർ ക്രിയേറ്റഡ് ഇറ്റ് വിൽ ബി ടേക്കൺ. എങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്, അല്ലേ? അപ്പോൾ ഹയർ ദ പോസിബിലിറ്റി മാർക്കറ്റ് തിരിച്ച് റിവേഴ്സിൽ പോയിട്ട് ഇതിന് മുകളിൽ ഒന്നും കൊണ്ട് ട്രേഡ് ചെയ്തിട്ട് വരാനുള്ള സർവ്വ ചാൻസും ഉണ്ട്. മനസ്സിലായി? നമ്മൾ ഒരിക്കലും പ്രൈസ് തീർന്നെന്ന് വിചാരിക്കരുത്. 150 പോയിൻറ്റോളം മുകളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ലിക്വിഡിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഓൾറെഡി ഈ സ്ട്രക്ചർ കണ്ടിട്ട് ഷോർട്ട് ചെയ്തവരുണ്ട്, അവരെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് തിരിച്ച് കയറും. അപ്പോൾ നമ്മൾ ഇതൊരു പുൾ ബാക്ക് പോലെയാണെന്ന് കരുതുക. മനസ്സിലായി? അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ക്യാൻഡിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു സ്ട്രക്ചറില്ല. ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ വന്ന് നോക്കുമ്പോൾ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയുടെ നമ്പർ 2 ആണെന്ന് വിചാരിക്കുക. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ 2 ഈസ് ലിക്വിഡേറ്റഡ് എന്ന് നമുക്ക് കണക്കാക്കാമല്ലോ. ഏകദേശം കറക്റ്റ് അല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ഇതല്ല. പക്ഷേ നമ്മളിങ്ങനെ നോക്കുമ്പം യു ആർ ഗെറ്റിംഗ് സം നാരേറ്റീവ്, അല്ലേ? നമ്മൾ ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട, ഇവൻ തന്നെ നമുക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അത് ഇത് ചെയ്തു. അതിനുശേഷം മൊമെൻറ്റം വന്നു. ഇവിടെയും മൊമെൻറ്റം വരുന്നുണ്ട്, ഇവിടെയും മൊമെൻറ്റം വരുന്നുണ്ട്. സോ പ്രൈസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഈ മൊമെൻറ്റത്തിൽ എന്തിനാണ് ബൈയിങ് വരുന്നത്, അതുപോലെ തന്നെ സെല്ലിങ്ങും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ, ഇത് ബൈയിങ് സെനാരിയോ ആണോ സെല്ലിങ് സെനാരിയോ ആണോ? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ നോക്കുമ്പം എന്താണ് സംഭവം? ഇതായിരുന്നു ഒറിജിനൽ പോയിന്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അത് എത്ര പ്രാവശ്യം എടുത്തു? ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തു, അതെടുത്തു, അതിന് മുകളിലെടുത്തു. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ലിക്വിഡിറ്റിയിൽ എഗെയിൻ പ്രൈസ് ഇവിടെ വന്നു. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ മാർക്കറ്റ് ഇസ് ബെയറിഷ്, അല്ലേ? പക്ഷേ പ്രൈസ് എവിടെയാണ് ട്രേഡ് ചെയ്യുന്നത് പുൾ ബാക്ക് ലെവലിൻ്റെ അടുത്തോട്ടാണ് പ്രൈസ് വരുന്നത്, അല്ലേ? അപ്പം ഇവിടെ ദിസ് ലോ ഈസ് പ്രൊട്ടക്റ്റഡ്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങനെയാണ് വരുന്നത്, അല്ലേ? എന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയാണ് പ്രൈസ് നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഇവിടെ വീണ്ടും പ്രൈസ് 3, 4, 5 പ്രൈസൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ വി വിൽ ലുക്ക് ഫോർ എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി. ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത്, ബിക്കോസ് പ്രൈസ് ഇവിടെ ഓൾറെഡി ഇതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. അപ്പം നമ്മളിവിടെ നിന്ന് സ്ട്രക്ചർ നമ്മൾ വരച്ച് നോക്കുമ്പോൾ ഈ ഹൈയിൽ നിന്ന് ഇവിടുത്തെ ലോ വരെയും വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ബോട്ടം സൈഡിലാണ് നിൽക്കുന്നത്. സോ ഇറ്റ്സ് എ ഡിസ്കൗണ്ടഡ് സോണിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രൈസിൻ്റെ സ്ട്രക്ചർ പറയാൻ ഇത് വെച്ച് മാത്രം നോക്കുമ്പോൾ അപ്പോൾ പ്രൈസ് ഇതിൻ്റെ മുകളിലോട്ട് കയറി വരാനുള്ള സർവ്വ ചാൻസും ഉണ്ട്. അപ്പം നമ്മളങ്ങനെ നോക്കുമ്പോൾ പ്രൈസ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് പ്രൈസ് വന്ന് വീണ്ടും റിജക്ട് ചെയ്ത് പ്രൈസ് വീണ്ടും മൊമെൻറ്റം കാണിക്കുന്നു, ഇത് വീണ്ടും ചെയ്യുന്നു. സോ നമ്മളിനി നോക്കുന്നത് 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, അല്ലേ? ഈ ഏരിയയ്ക്കകത്ത് ഇപ്പോൾ ഇവിടെ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലേ? അതിനുശേഷം പ്രൈസ് മുകളിൽ പോകുന്നു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എഗെയിൻ അത് ലിക്വിഡേറ്റ് ചെയ്യുന്നുണ്ട് ഈ പോർഷൻ പോട്ട്. വീണ്ടും പ്രൈസ് നേരെ താഴോട്ട് വരുന്നുണ്ട്, അല്ലേ? പ്രൈസ് നേരെ താഴോട്ട് വരുന്നുണ്ട്. സോ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ഓൺ എ മൈനർ ടൈം ഫ്രെയിം എന്ന് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയില്ലോ. സോ നമ്മൾ നോക്കുന്നത് ബൈ സൈഡിലേക്കുള്ളതാണ്. സെൽ സൈഡിലേക്ക് നമുക്ക് നോക്കാൻ പറ്റത്തില്ല, ബിക്കോസ് നമ്മൾ ഈ ഒരു റേഞ്ചിൽ നിന്നുകൊണ്ട് നമ്മൾ ബൈ സൈഡിലേക്കാണ് നോക്കേണ്ടത്. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ 1, 2 പ്രൈസ് പുള്ളിങ് ബാക്ക് 1 ടൈം, 2 ടൈം, 3 ടൈം.
സോ ഇനി പ്രൈസ് താഴേക്ക് വരുമ്പോൾ ആക്ച്വലി നമ്മൾ ഇവിടെ വെച്ച് ഈ ക്യാൻഡിലിൽ ബൈ എൻട്രി എടുക്കണമായിരുന്നു. സോ നമ്മൾ ഇവിടെ വന്നിട്ട് എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. ഈ ഒരു പുൾ ബാക്കിൻ്റെ അടുത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പോൾ നമുക്ക് ടാർഗറ്റ് വെക്കാം. സോ നെക്സ്റ്റ് റെഡ് സെല്ലിംഗ് ക്യാൻഡിലിൽ വാട്ട് എവർ ഹാപ്പൻസ് വി വിൽ ടേക്ക് എൻ എൻട്രി. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഫ്രെയിം ചെയ്യുന്നത്. മാർക്കറ്റിൽ എങ്ങനെയാണ് നമുക്ക് എൻട്രി വേണോ വേണ്ടയോ നമ്മൾ തീരുമാനിക്കുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. സോ അടുത്ത റെഡ് ക്യാൻഡിൽ താഴോട്ട് വരുമ്പോഴത്തേനും ഓൺ എ ഡിസ്കൗണ്ടഡ് ക്യാൻഡിൽ വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദ എൻട്രി. അതർവൈസ് പ്രൈസ് മുകളിലോട്ട് പോയാലും പൊക്കോട്ടെ, ഈവൻ തന്നെ നമുക്ക് എൻട്രി കിട്ടിയില്ലെങ്കിലും നമ്മൾക്ക് ഒരു നരേറ്റീവ് ഫ്രെയിം ചെയ്യാൻ പറ്റി. നമ്പർ 1. നമ്പർ 2, നമുക്ക് മാർക്കറ്റിൻ്റെ ഡൈനാമിക്സിനൊപ്പമാണോ നമ്മൾ പ്രൈസിൻ്റെ ബിഹേവിയറിനൊപ്പമാണോ നമ്മൾ പോകുന്നത്. നമുക്ക് ഈ ഒരു പ്രൈസ് ആക്ഷനെ തന്നെ സിമ്പിൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റി. ഇനി കാണാൻ പറ്റുന്നില്ലെങ്കിൽ ചാർട്ടിൻ്റെ ഇതിലേക്ക് നോക്കിയേ. ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ മതി. ഹൈ ഈസ് ക്രിയേറ്റഡ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ലോ ഈസ് ക്രിയേറ്റഡ്, പുൾ ബാക്ക് 2 ടൈം 3 ടൈം, പ്രൈസ് ഇവിടെ വരുന്നു, പ്രൈസ് നേരെ തിരിച്ചു പോകുന്നു അല്ലേ. അപ്പം ഇവിടെ ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പോയിൻറ്റ്സ് ഒന്നും ഇല്ല ആക്ച്വലി. ഇതിന് ബോട്ടമാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ലിക്വിഡിറ്റി പോയിൻറ്റ്സിന് ബോട്ടമാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ലിക്വിഡേഷൻ ഓൾറെഡി ഈ ഒരു മൂവ്മെൻറ്റുകളിൽ ഇവിടെ തെരുതിരെ നടക്കുന്നുണ്ട്. മനസ്സിലായോ? അതാണ് ആ കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആക്ച്വലി ഇതിന് മുകളിൽ പ്രൈസ് കയറിയിട്ട് താഴെ വന്നു കഴിയുമ്പോഴത്തേനും വീണ്ടും സപ്പോർട്ട് ലൈൻ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞു ഇവിടെ. മനസ്സിലായോ? അതായത് പ്രൈസ് ഇവിടെ നിന്ന് പ്രൈസ് ഇങ്ങനെ പോയെന്ന് വിചാരിക്കുക. അതിനുശേഷം പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ പോയിൻറ്റിൻ്റെ ഇവിടെയാണ് നിൽക്കുന്നത്. പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് അവിടെയാണ് നിൽക്കുന്നത്. അപ്പം വീണ്ടും നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി അവിടെ നിന്നും ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ നോക്കുമ്പം ഈ ഒരു ബോക്സിനകത്തെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടം പ്രൈസ് മൾട്ടിപ്പിൾ ടൈം പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്ത് ഇവിടുത്തെ ഓർഡേഴ്സ് കംപ്ലീറ്റ്ലി ആക്ടിവേറ്റഡ് കളക്റ്റഡ്. മനസ്സിലായോ? അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നതിൻ്റെ കാര്യം. ഇവിടെ ലിക്വിഡേഷൻ നടക്കുന്നുണ്ട്. പ്രൈസ് ഈ ബോക്സിന് താഴെ 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം 4 പ്രാവശ്യം 5 പ്രാവശ്യം കീപ്പ് ഓൺ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ലിക്വിഡേറ്റിംഗ് ടു ദ എക്സ്റ്റെൻറ്റ് എവറിബഡി ഈസ് ഔട്ട്. ക്ലിയർ? അപ്പോൾ അതാണ് അത്രേ ഉള്ളൂ കാര്യം. അപ്പം ഇതാണ് അതിനകത്തെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ക്യാൻഡിൽസ്റ്റിക്കിലോട്ട് നോക്കുമ്പോൾ യു വിൽ ഗെറ്റ് ക്ലിയർ നാരേറ്റീവ്. സോ ഇവിടുത്തെ നാരേറ്റീവ് എന്താണ്? ഇവിടെ ആക്ച്വലി ഇവിടെ ഈ ഒരു സ്ട്രക്ചറിൻ്റെ അത്രയും പോർഷനിലേക്ക് പ്രൈസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടം വരെ ഇതാണ് ഇനീഷ്യൽ പോയിന്റ്. ഇവിടം വരെയും പ്രൈസ് വന്നിട്ട് ഇതായിട്ട് വരാനുള്ള അത്രയും ഇതുണ്ട്. അപ്പം വേണമെങ്കിൽ നമുക്കിപ്പം ഇവിടെ വെച്ച് എൻട്രി എടുത്തിട്ട് വേണമെങ്കിൽ ഇതിവിടെ ഇത്രയും സ്റ്റോപ്പ് ലോസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ട്രേഡ് ആയിരിക്കും. പക്ഷേ അത്രയും സ്റ്റോപ്പ് ലോസ് വേണം. 54 പോയിൻറ്റ് നമുക്ക് 150 പോയിൻറ്റ്. അപ്പോൾ നല്ലതാണ്. പക്ഷേ അത്രയും റിസ്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള ചെറിയ ട്രേഡ് നടത്തിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഇവിടം വരെ നോക്കുന്നു. ഈ ഒരു ഏരിയ വരെ നമ്മൾ ജസ്റ്റ് നോക്കുന്നു. അല്ലെങ്കിൽ ഇതിന് ബോട്ടം ഇവിടം വരെ നോക്കിയാലും മതി. ഓക്കെ. അപ്പോൾ ഒരു ക്യാൻഡിൽ ഡിസ്കൗണ്ട് ചെയ്ത് വരുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ എൻട്രി. ഇതാണ് നമ്മൾ നമുക്ക് എല്ലാ ദിവസവും ട്രേഡ് കിട്ടുക എന്നുള്ളതല്ല. നമുക്ക് കിട്ടുമ്പം സ്ട്രക്ചർ ഓക്കെ ആണെങ്കിൽ നമുക്ക് ട്രേഡ് അങ്ങനെ എടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എൻട്രി ഇവിടെ വന്നിട്ട് ക്വാളിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് ഇത് മിറ്റിഗേഷൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ എൻട്രി. ആക്ച്വലി ദിസ് ഈസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സെറ്റപ്പ്. മനസ്സിലായി? നമുക്ക് മാർക്കറ്റിനെ ഒരു കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു നാരേറ്റീവ് ക്ലിയർ ആയിട്ട് ഫ്രെയിം ചെയ്ത് വരണമെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലാകുന്നത്. അല്ലാതെ നമുക്ക് മാർക്കറ്റിനെ ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മളുടെ ഈ ചാനൽ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കമൻറ്റ്സ് എഴുതുന്നവരും അതുപോലെ തന്നെ എല്ലാ വീഡിയോസും ഓൾറെഡി കണ്ടിരിക്കുന്നവർ മുഴുവൻ കണ്ട വീഡിയോസ് എല്ലാം കണ്ട് കഴിഞ്ഞവർക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം വർക്ക് ചെയ്യുന്നതെന്ന് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റോ പ്രൈസ് ആക്ഷൻ കാണുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. പ്രൈസ് താഴോട്ട് വരുന്നു, മുകളിലോട്ട് വരുന്നു, താഴോട്ട് വരുന്നു, മുകളിലോട്ട് വരുന്നു. ഈ ഒരു ആക്ടിവിറ്റി മനസ്സിലാവുള്ളൂ. അതല്ലേ പ്രൈസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഡയറക്ഷൻ മനസ്സിലാകണമെങ്കിൽ പ്രൈസിൻ്റെ ഇത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകണമെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഓർഡറിൽ മാർക്കറ്റിനെ നോക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ മാർക്കറ്റിൻ്റെ റിയൽ കറണ്ട് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. മാർക്കറ്റ് ഈസ് ലൈക്ക് എ റിവർ. അപ്പോൾ ആ റിവറിനൊരു കറണ്ട് ഉണ്ട്. ആ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ആകുന്നതെന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ ഇത് സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ലിക്വിഡിറ്റിയുടെ ഇത് വെച്ചിട്ട്. പ്ലസ് നമുക്ക് വോളിയത്തിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. പല പല കൺഫർമേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ അതാണ് ഇന്നത്തെ കാര്യം. പ്രൈസ് പിന്നെയും മുകളിലോട്ട് കയറിപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 30 പോയിൻറ്റോളം കയറി കഴിഞ്ഞു. 86 പോയിൻറ്റായിരുന്നു നമ്മൾ -ആയിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ 40 പോയിൻറ്റോളം മുകളിലോട്ട് പിന്നെയും കയറി. അപ്പം പ്രൈസ് അതിൻ്റെ മൊമെൻറ്റം കണ്ടോ എങ്ങനെയാണെന്നുള്ളത്. സോ നമ്മൾ ചേസ് ചെയ്ത് പിടിക്കാൻ പാടില്ല. ട്രേഡ് ഒരിക്കലും ചേസ് ചെയ്യാൻ പാടില്ല. അപ്പം
നമുക്കറിയാം ഇത് മുകളിലോട്ട് കയറുന്നു, പക്ഷേ താഴോട്ട് വരട്ടെ, അന്നേരത്തേനും ഇത് ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ട് വരുമ്പോൾ മാത്രമേ ഇത് ട്രേഡ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രീമിയം സോണിൽ നിന്നായിരിക്കും പ്രൈസിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് പ്രീമിയം അടുത്ത ക്യാൻഡിൽ റെഡ് വരുമ്പോഴത്തേനും നമ്മൾ ഇരുന്ന് വേർക്കാൻ തുടങ്ങും. അങ്ങനെ ചെയ്യരുത്. അപ്പം പേഷ്യൻസ് ഈസ് ദ കീ. പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് എ പ്രോസസ്, ഫോക്കസ് ഓൺ ദ പ്രോസസ്, ദെൻ സീ ദാറ്റ് ഈ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് കറക്റ്റായിട്ട് പ്ലേ ഔട്ട് ചെയ്യുന്നതെന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് വരും. അപ്പം ഇൻ കേസ് കിട്ടുന്നില്ലെങ്കിൽ വേണ്ടതേ പോട്ടെ, നമുക്കിപ്പോൾ എന്നെ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കറിയാം നമ്മളധികം ഭയങ്കര പ്ലാനിങ്ങും ഒക്കെ ആയിട്ടിരിക്കുക, പക്ഷേ ചിലപ്പോൾ പ്രൈസ് അങ്ങനെ പോകും. പക്ഷേ നമുക്ക് പ്രൈസിങ്ങിൻ്റെ സ്ട്രക്ചറിൽ ഇന്ന രീതിയിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചാൽ, അങ്ങനെ ഡിസൈഡ് ചെയ്താൽ അങ്ങനെ തന്നെ ആയിരിക്കണം ഡിസിഷൻ. ദാറ്റ്സ് ഇറ്റ്. അതാണ് ട്രേഡിങ്. സുഹൃത്തുക്കളെ, പ്രൈസ് ഒരു ചെറിയ ഗ്യാപ്പ് പോലും തരുന്നില്ല, വെച്ചടി മുന്നോട്ട് കയറി പോവുക. ഇതാണ് അതിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ, അപ്പം ചെറിയ ഇൻപുട്സാണ്, ചെറിയ അഡീഷൻസ് ഞാൻ നമ്മൾ ഓരോന്നും പറഞ്ഞു പോകുമ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ അനലൈസിസ് നടത്തുന്നത് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്കൊരു കറക്റ്റായിട്ടൊരു ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഏരിയ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ കാണുകയും ആ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയുടെ 5th ലെഗിൽ നമ്മൾക്ക് എൻട്രിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഡയറക്ഷനിലേക്ക് തന്നെ പോവുകയും അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റിലല്ലേ കയറുന്നത്. അല്ലാതെ നമ്മൾ വേറെ എന്ത് അനലൈസിസ് നടത്തി കഴിഞ്ഞാലും നമുക്ക് ഇത്രയും ക്ലാരിറ്റിയോട് കൂടി എൻട്രി കിട്ടത്തില്ല. അതാണ് അതിൻ്റെ കാര്യം. 30 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ നമ്മൾ ഏകദേശം ഒരു ഏരിയ കണ്ടുപിടിക്കുകയും ആ ഏരിയയിലും പുൾ ബാക്ക് ഈ സംഭവങ്ങൾ ഇങ്ങനെ നമ്മൾ അതിനകത്ത് മാർക്ക് ചെയ്ത് കണ്ടുപിടിക്കുകയും മൈനർ ടൈം ഫ്രെയിമിനകത്തും ഇവിടെ നോക്കുമ്പോഴത്തേനും പൊസിഷൻ നമ്പർ 3 ക്രിയേറ്റ് ചെയ്തിട്ട് പുള്ളിങ് ബാക്ക് 1 ടൈം 2 ടൈം 3 ടൈം. മനസ്സിലായോ? അപ്പം 3 ടൈം ഹയർ ദാൻ പോസിബിലിറ്റി ദാറ്റ് പ്രൈസ് വിൽ റിവേഴ്സ്. അപ്പം നമ്മൾ പറഞ്ഞേക്കുന്ന അതേ രീതിയിൽ പ്രൈസ് കയറി പോയേക്കുന്നുണ്ടോ. അപ്പോൾ എത്ര പോയിൻ്റാണ് നോക്കി ഇവിടുന്ന്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ വരാൻ വന്നത് എത്രയായി? 57 പോയിൻറ്റോളം മാർക്കറ്റ് കയറിപ്പോയി. അപ്പോൾ ഈ പ്രൈസ് താഴെ ഉണ്ട്. ഇനിയും ചിലപ്പോൾ കറക്ഷന് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഇറങ്ങി ക്യുക്ക് മൂവ്മെൻറ്റിൽ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് വീണ്ടും ബൈ ചെയ്യാം, ഒരു പ്രശ്നമില്ല. വീണ്ടും നമുക്ക് ടാർജറ്റ് ഹൈയിലേക്ക് പോകാം, ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഹൈയിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ട്രേഡിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ഫ്രണ്ട്സ്. അപ്പോൾ ഉദ്ദേശിച്ച പോലെ പ്രൈസ് താഴോട്ട് വരുന്നുണ്ട്, നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയോ നോക്കാം. ഇനിവേ സംഭവം താഴോട്ട് വരുന്നുണ്ട്. വരാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, എന്ന് പറഞ്ഞാൽ തന്നെ വരും. അതുകൂടെ വെച്ചിട്ട് കയറി പോയില്ല, ഒന്നും കൂടെ വരും. വരുന്നുണ്ട്. നമ്മളെ ലോകാവസാന ക്യാൻഡിലാണ് വരുന്നത്. വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ എൻട്രിക്ക് അടുത്താറായി. പതുക്കെ വന്ന് കൂട്ടി കയറണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിരിക്കുകയാണ്. പതുക്കെ ഇങ്ങോട്ട് 2 ക്യാൻഡിലും കൂടെ താഴെ വരുമ്പോഴത്തേനും നമ്മൾ റെഡി പോരട്ടെ കുറച്ചുകൂടെ. അപ്പോൾ നമ്മൾ ഈ എൻട്രി പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഉറച്ച് നിൽക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചാടി കയറി ഇപ്പം ബൈ ചെയ്യാനൊക്കെ തോന്നും, പക്ഷേ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതൊരു പെർഫെക്റ്റ് സെല്ലിംഗ് ആയിരുന്നു. സോ വി വിൽ ബി കയറി മേടിക്കണം, വേണ്ട ഒന്നും കൂടെ വരുമായിരിക്കും. ഒരു സെല്ലിംഗ് അല്ലേ വന്നുള്ളൂ, ഒന്നും കൂടെ ഒറ്റ സെല്ലിങ്ങും കൂടെ വരും. വേണ്ട 2 പ്രൈസ് മൂവ്സ് ഇൻ 2s എന്നൊക്കെ നമ്മൾ പറയാല്ലേ. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്യാൻഡിൽ വരുവാണ്. സോ സെക്കൻഡ് ക്യാൻഡിലായിട്ട് നമുക്ക് കൂട്ടാം, സെക്കൻഡ് പുൾ ബൈ ഇതായിട്ട് കൂട്ടാം. സോ ഏകദേശം നമ്മുടെ അടുത്താറായി. നമ്മുടെ ടൈം നോക്കണം. ലൈവ് മാർക്കറ്റാണ്, ത്രില്ലിംഗ് ട്രേഡ് ആയിരിക്കുന്നു. 11:42 AM വെനസ്ഡേ 11:42 AM. അതുകൊണ്ട് നമ്മുടെ ട്രേഡിലേക്ക് ഏകദേശം അടുത്ത് വരുന്നു. 11:43. സോ ഇപ്പോൾ കിട്ടുമല്ല ഒറ്റ ക്യാൻഡിൽ. സോ ഇച്ചിരി കയറി മേടിച്ചേക്കാം. ഇനി ഇവിടെ വരെ വന്നതല്ലേ. സോ നമ്മളിവിടെ വെച്ച് പിടിച്ചു. സോ അതാണ് നമ്മളുടെ എൻട്രി. സോ ഇനി നമ്മളുടെ ഇവിടം വരെ വരാൻ ചാൻസ് ഇല്ല. സോ ഇത്രയും നമ്മൾ എൻട്രി ഇത് വെച്ചിരിക്കുന്നത്, സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എത്ര പോയിൻ്റ് ഉണ്ട്? 22 പോയിൻ്റ് ഉണ്ട്. 22 പോയിൻ്റ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മാറ്റി വെക്കാം. ഓക്കെ, മേ ബി ഇനി ഒന്നും കൂടെ പോയിട്ട് ഇവിടെ നിന്ന് വീണ്ടും താഴോട്ട് വരുമെന്നൊരു അങ്ങനെയൊക്കെ നമുക്ക് തോന്നും അല്ലേ. ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുമെന്ന്. എനിവേ വി ആർ ഇൻ ടു ദ ട്രേഡ്. ഫ്രണ്ട്സ്, പ്രൈസിൻ്റെ റിയാക്ഷൻ കണ്ടോ? എക്സാക്ട്ലി നമ്മുടെ ആ പോയിന്റ് വന്നു, മിറ്റിഗേറ്റ് ചെയ്തു. പ്രൈസ് നേരെ മുകളിലേക്ക് അതേ സ്പീഡിൽ തന്നെ മുകളിലോട്ട് പോകുന്നുണ്ടോ? ഇതാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. പ്രൈസ് ആക്ഷൻ അല്ല, ഇതാണ് ദിസ് ഇസ് എ പ്ലാൻഡ്
ആക്ടിവിറ്റിയാണ്. നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് അറിയാമെങ്കിൽ കൃത്യം നമുക്കറിയാൻ പറ്റും. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? ഇപ്പോൾ നമ്മൾ ആ ക്യാൻഡിൽ വരുമ്പോൾ, ഡിസ്കൗണ്ടഡ് ക്യാൻഡിൽ വരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. 11:47 AM. ഇവിടെ ഇതാണ് 11:48. കണ്ടോ? കറക്റ്റ്. ഈ പ്രൈസ് ഇപ്പം നമ്മൾ ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മളിനി കുറച്ചു. ഇനി വരുവാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് കളയാമെന്നുള്ളേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം. സോ ഫ്രണ്ട്സ്, നമ്മളുടെ ടാർഗറ്റിനടുത്തേക്ക് പ്രൈസ് വരുവാണ്. സോ നമ്മളിവിടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്കീമാറ്റിക് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒരു 30 മിനിറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇത് കണ്ടോ, മൂവ്മെൻറ്റ് കണ്ടോ? അപ്പോൾ അതിൻ്റെ താഴെ എന്താണെങ്കിലും ഇവിടെ വരെയും പ്രൈസ് വരും. അപ്പോൾ നമ്മുടെ കുറച്ചുകൂടെ നമ്മൾ ടാർഗറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം ഇപ്പോൾ എത്ര പോയിൻ്റാണ്? 13 പോയിൻ്റ്. അപ്പോൾ ഒരു 50-60 പോയിൻറ്റും കൂടെ മുന്നോട്ട് കയറാനുള്ള വളരെ ചാൻസ് കൂടുതലാണ്. അതൊന്നെങ്കിൽ ഇവിടം വരെയും വരാം. അപ്പം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നോക്കുമ്പോൾ ഇതിന് മുകളിൽ നമുക്ക് വെക്കാം. സോ നമ്മുടെ ടാർഗറ്റ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. സോ എത്ര പോയിൻ്റ് ഉണ്ട് ഇവിടുന്ന്? 90 പോയിൻ്റ്. സ്മോൾ ടാർഗറ്റാണ്. 90 പോയിൻ്റ് കുഴപ്പമില്ല. അപ്പം ഇതാണ് നമ്മളുടെ പ്ലാൻ. ഇനി നമുക്ക് കോസ്റ്റിലോട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യാണ് ഈ എക്സിറ്റ്. അപ്പം അങ്ങനെ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മളുടെ എക്സാക്ട്ലി നമ്മളുടെ ടാർഗറ്റ് പ്രിസിഷൻ എൻട്രി, പ്രിസിഷൻ ടാർഗറ്റ്, ദെൻ പ്രൈസ് അവിടെ നിന്ന് താഴോട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോഴും ലൈവ് മാർക്കറ്റാണ്. ടൈം ഇൻ ന്യൂയോർക്ക് 12:36 PM. അപ്പോൾ നമ്മളിവിടെ 12:36 PM വന്നിട്ട് കണ്ടോ? കറക്റ്റ് ലൈവ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ടോപ്പ് ഡൗൺ അനലൈസിസ് വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുന്നു. മാർക്കറ്റ് ഏത് ദിശയിലേക്ക് തിരിയാനാണ് ചാൻസ് എന്ന് നോക്കുന്നു. പ്രൈസ് മാനിപ്പുലേഷൻ ഏതെല്ലാം രീതിയിൽ വരുന്നു എന്ന് നോക്കുന്നു. മൈനർ ടൈം ഫ്രെയിമിൽ വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് 3 മിനിറ്റ് നോക്കുമ്പോൾ എൻട്രി എടുക്കുന്ന സമയത്ത് സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഉണ്ടെങ്കിൽ 5ാമത്തെ ലെഗിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള എൻട്രിയിലോട്ട് കയറുന്നു. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാൻഡിലെ തന്നെ നമുക്ക് എൻട്രി വേണമെന്ന് പറഞ്ഞ് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നു. അപ്പം ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പോഴും എന്താണ് മനസ്സിലാകുന്നത്? ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ബോട്ടം പ്രൈസ് ഇതുണ്ടോ? എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ? ഇവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അൾട്ടിമേറ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെയാണ് കിടക്കുന്നത്. ആ ലിക്വിഡിറ്റി ക്ലിയർ ഓഫ് ചെയ്യുന്ന മൂവ്മെൻറ്റാണ് നമ്മുടെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അവിടെയാണ് നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ആക്ച്വലായിട്ടുള്ള സംഭവം, കറക്റ്റായിട്ടുള്ള എൻട്രി ടെക്നിക്ക്. ഇനി പ്രൈസ് മുകളിലോട്ട് കയറി പോകാനാണ്. പക്ഷേ നമ്മളിനി സമയമില്ലാതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളിന്ന് പഠിച്ചില്ലേ. ടോപ്പ് ഡൗൺ അനലൈസിസ് പഠിച്ചു, എങ്ങനെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോ ടൈം ഫ്രെയിമിലേക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു, പെട്ടെന്ന് നമ്മൾ എൻട്രി കണ്ടുപിടിക്കുന്നു, എന്താണ് നാരേറ്റീവ് നോക്കുന്നു, പ്രൈസ് മാനിപ്പുലേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരമുള്ള മാർക്കറ്റിൻ്റെ പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി കറക്റ്റായിട്ട് എങ്ങനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം എന്നുള്ളതിനെപ്പറ്റി ഒരു സിമ്പിൾ ക്ലാസ് ആയിരുന്നു. ഈ കൺസെപ്റ്റിൽ ഒത്തിരിയധികം കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതെല്ലാം ഓർത്ത് വെക്കുക, പ്രാക്ടീസ് ചെയ്യുക, ചാറ്റിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. വൺസ് യു സീ ഇറ്റ് ദെൻ യു കനോട്ട് അൺസീ ഇറ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് പിന്നെ ഒരു പ്രാവശ്യം കണ്ടാൽ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് ആക്ഷൻ കണ്ടോ? എത്ര ഹെവി മൊമെൻറ്റത്തോടു കൂടിയാണ് പിന്നെയും തിരിച്ച് മുകളിലേക്ക് കയറി പോകുന്നത്. ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ആക്ച്വലി പ്രൈസ് ഓൾ ടൈം ഹൈ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്ത പ്രൈസ് കുറേ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ വെച്ച് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ഇഗ്നൈറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടത്? പ്രൈസ് താഴോട്ട് വരും, ഡിസ്ട്രിബ്യൂഷൻ, ദെൻ ഇറ്റ് വിൽ കം അപ്പ്, എഗെയിൻ ഡിസ്ട്രിബ്യൂഷൻ, എഗെയിൻ ഇറ്റ് വിൽ കം അപ്പ്. ഈ ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ധൈര്യമായിട്ട് എപ്പോഴും ഹയർ ദ പ്രൈസസ് എന്ന് ഓർത്ത് നമ്മൾ ഒരിക്കലും ഇരിക്കരുത്. ഇവിടെ നമ്മളിപ്പോൾ കണ്ടില്ല, സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ കഴിയുന്നു. അതിനുശേഷം നെക്സ്റ്റ് വരുന്ന സെല്ലിങ്ങിൽ നമ്മൾ എക്സാക്ട്ലി പ്രിസിഷനെ കയറി പിടിച്ചു. മനസ്സിലായി? അപ്പോൾ നമ്മളിതൊരു കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി മാർക്കറ്റിനെ നോക്കുമ്പോൾ മാത്രമേ കാണത്തുള്ളൂ. സോ ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ് നരേറ്റീവ്? നമ്മുടെ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന 217 വീഡിയോസായി. ഇപ്പം നമ്മളത് ഓരോന്നും സമയമെടുത്ത് കുറച്ച് കണ്ടുവരുമ്പോഴത്തേനും നമുക്ക് മാർക്കറ്റിനെ എങ്ങനെയാണ് അതിൻ്റെ ബിഹേവിയർ എന്നുള്ളത് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നുള്ളതാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും. അങ്ങനെ പതുക്കെ നമ്മൾ മാർക്കറ്റിൻ്റെ ഒപ്പം പതുക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് വരുമ്പോഴത്തേനും യു ക്യാൻ സീ എൻ നമ്പർ ഓഫ് തിങ്സ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇവിടെ നമുക്കൊന്നും കാണാൻ പറ്റുമല്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കി, ഈ ഒരു പ്രൈസ് ആക്ഷനകത്ത് ഞാനിവിടെ ഒരു കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇതെങ്ങനെ ക്ലബ്ബ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നില്ലെങ്കിൽ വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട് ദിസ് സ്ട്രക്ചർ? ഈ ഒരു സ്ട്രക്ചറിനകത്ത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഒരു എന്നാ പറയുന്നത്, ഇങ്ങനെ ഒരു തിരിച്ചു വെച്ച പോലെയുള്ള ഒരു സംഭവം മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ പ്രൈസ് ആക്ഷൻ.
അല്ലാതെ വേറെ എന്താണ് ഇതിന് മുമ്പ് ഇത് നമ്മൾ ഈ ചാനലിൽ വന്ന് ഇത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ അവിടെ പിന്നെ ഇവിടെ സപ്പോർട്ട്, ഇവിടെ റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായി? ഇതൊരു റെസിസ്റ്റൻസ്, ഇവിടെ എന്ത് റെസിസ്റ്റൻസ്? സി വെൻ ദ മാസസ് ആർ പുട്ടിംഗ് ദർ ഓർഡേഴ്സ് വി വിൽ ബി എക്സിറ്റിംഗ്, ഫിനിഷ്. മനസ്സിലായോ? മാസസ് അവരുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണോ കൊണ്ട് വെച്ചേക്കുന്നത് അവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ട്രേഡിംഗ്. അപ്പം ഇവിടെ നമുക്കറിയാം മാസസിൻ്റെ സ്റ്റോപ്പ് ലോസ് എല്ലാം ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാം. അപ്പോൾ അതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു ട്രേഡിൽ നിന്ന്. അതിനുശേഷം അടുത്ത സെറ്റപ്പ് നോക്കുന്നു, പിന്നെ അടുത്ത സെറ്റപ്പ് നോക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ട്രേഡിങ്ങിൻ്റെ പ്ലാനിലേക്ക് നമ്മൾ പോകേണ്ടത്. അല്ലാതെ നമ്മൾ ഇവിടെ ഇതൊരു റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. എന്ത് റെസിസ്റ്റൻസ്? ഇവിടെ എന്ത് റെസിസ്റ്റൻസ്? ആണ്ട് പോകുന്നു പ്രൈസ് മുകളിലോട്ട് പിന്നെ പോകുന്നു. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ആക്ച്വലി ഇത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇപ്പോൾ ഇതുണ്ട്, ഈ ലൈൻ വരെ എത്തി. ഇവിടം വരെ എത്തി, ഇനീഷ്യൽ പോയിന്റ്. ഇനി ആക്ച്വലി ഇത് എവിടെയാണ് പോകുന്നത്? ഈ പ്രൈസിൻ്റെ മുകളിൽ കയറി ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൈസ് പോകുന്നത് ആക്ച്വലി. മനസ്സിലായി? അത് നമുക്കറിയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്ച്വലി നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ പ്രൈസിൻ്റെ ആക്ഷൻ ഹൈസ് ക്രിയേറ്റഡ്, തന്നെ ലോസ് ക്രിയേറ്റഡ്, ഹൈസ് ടേക്കൺ, പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഹൈസ് ടേക്കൺ, ലിക്വിഡേഷൻ ഈസ് ഹാപ്പനിങ്, ദെൻ അഗെയിൻ ഇവിടെ വീണ്ടും പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്തു. പ്രൈസ് ലിക്വിഡേഷൻ നടക്കുന്നുണ്ടോ? അതായത് ഇവിടെ സെല് ചെയ്ത ഒരു പ്രൈസ് ഇവിടെ വരുമ്പോഴത്തേനും എക്സിറ്റ് ആയിക്കളെ, വീണ്ടും പ്രൈസ് താഴെ പോകുന്നു. അപ്പോൾ നമ്മൾ അവർക്ക് വീണ്ടും ഇതിൻ്റെ കൂടെ കൂടാണ്. അപ്പോൾ ഇതിലൂടെ സെല് ചെയ്ത് താഴെ വരുമ്പോൾ വീണ്ടും പ്രൈസ് കയറി വരുന്നു. അപ്പോൾ നമ്മൾ എക്സിറ്റ് ആകുന്നു, വീണ്ടും നമ്മൾ ലോസ് വാരി കൂട്ടുന്നു, വീണ്ടും ഇങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിനൊപ്പം പോകാൻ പറ്റുള്ളൂ. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺ എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഓരോ ലെസണിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഐ എം ടീച്ചിങ് യു ഫ്രം എ ടു ഇസഡ്. ഓക്കെ, അതിന് നമ്മളിപ്പോൾ കുറേ ഭാഗങ്ങൾ കഴിഞ്ഞ് പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലൈവ് ട്രേഡ് എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല, അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലാത്ത ഒരവസ്ഥ വരുമ്പോഴത്തേനും വാട്ട് ഹാപ്പൻസ്? യു ആർ ഡൂയിങ് റാൻഡം ആക്ടിവിറ്റീസ്. ഏതെങ്കിലും ഒരു സ്റ്റഡിയിൽ ഫോക്കസ് ചെയ്ത് നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പം എല്ലാ മൂവ്മെൻറ്റും നമുക്ക് ഇത്രയും മൂവ്മെൻറ്റ് താഴോട്ട് വന്നു, നമുക്കിതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഇഫ് യു നോ, ഇവിടെ വെച്ച് നമുക്ക് അറിയാൻ പറ്റും പ്രൈസ് ഈ ഹൈ എടുത്തതിന് ശേഷം ഇവിടെ ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് ഇവിടെ തിരിച്ച് കയറുമ്പോൾ ഇത് ലിക്വിഡേറ്റ് ചെയ്യാനാണ് വരുന്നതെന്ന് അറിയാമെങ്കിൽ യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഹിയർ ഫോർ സെല്ലിങ്. വീണ്ടും പ്രൈസ് അതിൻ്റെ മുകളിൽ പോയി, നമ്മളിവിടെ എക്സിറ്റ് ആയില്ലെങ്കിൽ ഇവിടെ പോയി പ്രൈസ് വീണ്ടും കയറി വന്നു, അപ്പോൾ നമ്മൾ ലോസിലായിരിക്കും. അപ്പോൾ യു നീഡ് ടു ഹാവ് എ ക്ലിയർ എക്സിറ്റ് പ്ലാൻ, അല്ലേ? ഒരു ടാർഗറ്റ് നമുക്ക് വേണം, ഒരു എൻട്രി നമുക്ക് വേണം, ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് വേണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ ഇടപെടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളതൊരു പ്രിസിഷനോട് കൂടി ഇരിക്കുക. ഇന്നിപ്പോൾ ഞാൻ ഈ ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞത്? ഡിസ്കൗണ്ടിങ് പൊസിഷനിലേക്ക് പ്രൈസ് വരുമ്പോൾ മാത്രമേ ഞാൻ എൻട്രി എടുക്കുള്ളൂ. അതർവൈസ് ഐ ഡോണ്ട് വാണ്ട് ദിസ് എൻട്രി. വാട്ട് എവർ ഹാപ്പൻസ് ഐ ഡോണ്ട് വാണ്ട് ദിസ് എൻട്രി. കറക്റ്റായിട്ട് പ്രൈസ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കൃത്യം എൻട്രി കാണിച്ചു തന്നോ ഇല്ലയോ? സോ വാട്ട് ഇസ് ദ ടൈം ഇൻ നൗ? ടൈം ഇയർ 1:47 PM. അപ്പം ഇതിനകത്ത് ഇങ്ങനെ നോക്കുമ്പം നമുക്കിവിടെ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള കാര്യം പിടിയിട്ടില്ലേ? കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, നെഗറ്റീവ്, പ്രീവിയസ് ഏരിയ. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും ഈ ഒരു സ്ട്രക്ചറിൻ്റെ എത്ര ശതമാനം ഭാഗത്തു നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിൻ്റെ എത്ര ഇവിടെ വരെയും പ്രൈസ് കയറിയിട്ട് ഇവിടെ പ്രൈസ് ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇവിടെ വന്ന് പ്രൈസ് എടുക്കുമ്പം നമ്മളൊരു ഡിസ്കൗണ്ട് സോണിൽ നിന്ന് തന്നെയാണ് പ്രൈസിൻ്റെ ആക്ടിവിറ്റി എടുക്കുന്നത്. പ്ലസ് ഇവിടുത്തെ ലിക്വിഡേഷൻ പ്രോസസ്സ് മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടുത്തെ ഈ പ്രൈസിൻ്റെ മൾട്ടിപ്പിൾ ലിക്വിഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ലിക്വിഡേഷൻ പോയിന്റ്, അല്ലേ? ഇതാണ് ആ ലിക്വിഡേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ. ഓക്കെ, അപ്പം ഈ ലിക്വിഡേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെയാണ് നമ്മൾ മൈനർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ. അപ്പം പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് കവർ ചെയ്ത് മുകളിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ വാട്ട് ഈസ് ദ പ്രൈസ് ഡൂയിങ് ഹിയർ? ഇവിടെ എന്താണ് പ്രൈസ് ചെയ്യുന്നത്? പ്രൈസ് ഇങ്ങനെ വരുന്നു, ഇതിന് മുകളിൽ കയറുന്നു. ഇത് ഈ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ റെഡ് തന്നെ ട്രേഡ് ചെയ്ത് താഴെയിറങ്ങി വരുന്നതാണ്. നമ്മൾ ആ സമയത്ത് പേടിക്കും, മനസ്സിലായോ? അപ്പോൾ പ്രൈസ് ഇവിടം വരെ താഴെയിറങ്ങി വന്നു, വീണ്ടും പ്രൈസ് അതിന് മുകളിൽ കയറുന്നു. ഇത് ഇവിടം വരെയും കയറി വരുന്നു, പിന്നെയും പ്രൈസ് താഴെ ഇറങ്ങി വരുന്നു, പിന്നെയും പ്രൈസ് മുകളിൽ കയറുന്നു, പിന്നെയും പ്രൈസ് ഇവിടെ ഇറങ്ങി വരുന്നു, പിന്നെയും പ്രൈസ് മുകളിൽ കയറുന്നു, ഇവിടെ ആക്ച്വലി സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും പ്രൈസ് മുകളിൽ പോകുന്നു. ഫൈനലി ഇറ്റ് ഈസ് കമ്മിങ് ടു മിറ്റിഗേറ്റ്. മനസ്സിലായോ? ദിസ് ഈസ് ദ പ്ലേസ്, ഇറ്റ്സ് എ പ്രിസിഷൻ എൻട്രി എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഇത്ര മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി? ഈ ഒരു പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി? ഇവിടെ നമ്മൾ എവിടെ ഓർഡർ പ്ലേസ് ചെയ്ത് വിട്ട് വെച്ച് കഴിഞ്ഞാലും യു വിൽ ബി ട്രിഗേർഡ് ഇൻ ടു ദ മാർക്കറ്റ്, പുഷ്ഡ് ഇൻ ടു ദ മാർക്കറ്റ്, വെദർ ഇറ്റ് ഈസ് എൻട്രീസ്, വെദർ ഇറ്റ് ഈസ് സ്റ്റോപ്പ് ലോസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. മനസ്സിലായോ? ബിക്കോസ് പ്രൈസ് ഇവിടെ എങ്ങനെയാണ് പോകുന്നത്? പ്രൈസ് ഇവിടെ വരുന്നു, താഴെ വരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ബൈ ചെയ്താലും, ബൈക്ക് എൻട്രി ഇട്ടാലും, സെല്ലിൻ എൻട്രി ഇട്ടാലും ഇവിടെ ബൈ ചെയ്തു, ഇവിടെ നമ്മൾ സെല്ല് ചെയ്യുന്നില്ല, വീണ്ടും ഇവിടെ പ്രൈസ് വരുമ്പോഴത്തേക്കും നമ്മൾ എക്സിറ്റ് ആയി പോകും. അപ്പോൾ നമ്മുടെ ബൈ ഓർഡറും സെൽ ഓർഡറും എല്ലാം ഇതിനകത്ത് പെട്ടുപോവാണ്, ഇത്രയും പോർഷനകത്ത് പെട്ടുപോവാണ്. മനസ്സിലായോ? So that's the importance of sequential order flow. That is the importance that you need to look into the market with a context, with a narrative. Understood? അപ്പം ഇതാണ് ഇതിൻ്റെ ഡൈനമിക്സ് എന്ന് പറയുന്നത്. പ്രൈസിൻ്റെ ഡൈനമിക്സ്, പ്രൈസ് മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇതാണ് ഞാൻ ലിക്വിഡിറ്റി എങ്ങനെയാണെന്ന് പാർട്ട് 9 എന്നുള്ള വീഡിയോയിൽ ഒരു ഗോൾഡിൻ്റെ ചാർട്ട് വെച്ച് ക്ലിയർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത്
എത്രാമത്തെയാണ് ലൈവ് ട്രേഡിങ്ങിനകത്ത് ഞാൻ നമ്പർ ഇട്ടിട്ടില്ല. അപ്പം മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി എന്നതിനകത്ത് പാർട്ട് 1, 2, 3, 4, 5, 6, 7 അതിങ്ങനെ 20 വരെയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് 9ാമത്തെ ചാർട്ടിനകത്ത് ലിക്വിഡേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ പറയുന്നതിനകത്ത് ഇതിൻ്റെ സിവിയർ ഫോർമേഷനാണ് ഇതിൻ്റെ ലൈവ് മാർക്കറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? വീണ്ടും പ്രൈസ് ഞാൻ പറഞ്ഞില്ല, ആ ലൈനിലോട്ടാണ് പോകുന്നത്. കണ്ടോ, ടാർഗറ്റ് ചെയ്യുന്ന ഈ ലൈനാണ്. അപ്പോൾ ഇനി നമുക്ക് സെല്ലിംഗ് എൻട്രിയിലേക്ക് വേണമെങ്കിൽ ഇവിടെ കയറി നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ ഇത് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഓൾ ടൈം ഹൈ. സോ ഇവിടെ സർട്ടൺ ഫീച്ചേഴ്സ് കാണിച്ച് ഇതിന് ശേഷം മാത്രമേ നമ്മളിവിടെ സെല്ലിങ്ങിലേക്ക് കയറാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ സെല്ലിങ്ങിലേക്ക് വരരുത്. അപ്പോൾ ഇവിടെ സെല്ലിങ്ങിലേക്ക് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ഇവിടെ എന്താണ് കാണിക്കുന്നത്? പ്രൈസ് ഇങ്ങനെ വരണം, ഇതിന് മുകളിൽ കയറി ക്രോസ് ചെയ്യണം, പ്രൈസ് താഴെ വരണം, ഇതിന് മുകളിൽ കയറി ക്രോസ് ചെയ്യണം ഇവിടെ, അതിനുശേഷം പ്രൈസ് വീണ്ടും താഴെ വരണം, ഇത് ലിക്വിഡേറ്റ് ചെയ്യണം, പ്രൈസ് ഇവിടെ വരണം, ഇത് ലിക്വിഡേറ്റ് ചെയ്യണം, പ്രൈസ് ഇവിടെ വരണം, അതിനുശേഷം പ്രൈസ് ഇവിടെ വരുമ്പം യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദ ട്രേഡ് ആൻഡ് യു ക്യാൻ ടാർഗറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഇവിടെ എന്താണ് ടാർഗറ്റ് ഉള്ളത്? അങ്ങനെയാണ് നമ്മൾ പ്രൈസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് നമ്മളിവിടെ ധൃതി പിടിച്ച് ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഈ പ്രൈസ് വിൽ നോട്ട് ഗോ ഫ്രം ദാറ്റ് ഏരിയ സൂൺ. ഇന്നലെ ചെയ്തേക്കുന്ന ലാസ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ട്രേഡിനകത്ത് കണ്ടോ, പ്രൈസ് കീപ്പ് ഓൺ വിൽ ബി കമ്മിങ് ബാക്ക് ടു ദ സെയിം ഏരിയ അഗെയിൻ ആൻഡ് അഗെയിൻ ടു ലിക്വിഡേറ്റ്. ഈ ഒരു ഐഡിയ എപ്പോഴും മനസ്സിൽ വെച്ചോണം. അപ്പം ഇതാണ് പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പ്രൈസ് മാനിപ്പുലേഷൻ, പ്രൈസിൻ്റെ ബേസിക് പ്രൈസ് ഡൈനമിക്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് അങ്ങനെ വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ കാണുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഓക്കെ ഇപ്പോൾ മാർക്കറ്റ് 500 പോയിൻറ്റ് താഴോട്ട് പോകുന്നു, 500 പോയിൻറ്റ് നമുക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്ത് നമ്മൾ വെയിറ്റ് ചെയ്യില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്തെല്ലാം പരിശ്രമിച്ചു, നമ്മൾ ഈ മാർക്കറ്റിനൊപ്പം സഞ്ചരിക്കാൻ പഠിച്ചോ, നമ്മൾ ഇതിൻ്റെ പ്രൈസ് മാനിപ്പുലേഷൻ്റെ ആക്ടിവിറ്റിക്കകത്ത് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഈ സ്ട്രക്ചർ കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് നരേറ്റ് ചെയ്യാൻ തോന്നുന്നത്? അല്ലെങ്കിൽ ഇവിടെ ഒരു ബ്രേക്കപ്പ് സ്ട്രക്ചർ വരുമ്പോഴത്തേനും സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയിലോ 1, 2, 3, 4 ആയാലും അറ്റ്ലീസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊന്നും കാണാൻ പറ്റാതെ മാർക്കറ്റിൽ ക്യാൻഡിൽസ്റ്റിക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം ബുള്ളിഷ് ക്യാൻഡിൽ, ബെയറിഷ് ക്യാൻഡിൽ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ യു വിൽ ബി സിറ്റിംഗ് ലൈക്ക് ദാറ്റ് ഓൺലി. മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ ഇരുന്ന് ചെയ്യാനേ പറ്റത്തുള്ളൂ. ബിക്കോസ് 100,000 ഇൻഡിക്കേറ്ററും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ ഡൈനാമിക്സിനെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുൾ ബാക്ക് എന്താണെന്ന് അറിയത്തില്ല, സ്വിംഗ് സ്ട്രക്ചർ എന്താണെന്ന് അറിയത്തില്ല, പ്രീവിയസ് ഏരിയ എന്താണെന്ന് അറിയത്തില്ല. ഈ കാര്യങ്ങളെല്ലാം വേണം നമ്മളുടെ 210ഓളം വീഡിയോകളിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്തിനാണ് പഠിക്കുന്നത്? ബിക്കോസ് പ്രൈസ് ഡൈനാമിക്സ് നമുക്ക് കാണുമ്പം യു ഷുഡ് നോ PD അറേക്കകത്ത് നമ്മൾ എടുക്കുന്ന ഏരിയ ഡിസ്കൗണ്ട് ഏരിയ ആണോ വിത്ത് റെസ്പെക്ട്. ഇതിനിപ്പോൾ വോളിയം ഉണ്ടായിരുന്നെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നമുക്ക് വോളിയത്തിൻ്റെ ഇത് FRVP വെച്ചിട്ട് നമുക്ക് ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് എൻട്രി ഫോർമേഷൻസ് അവിടെ കാണാൻ പറ്റുന്നത്. വൺസ് യു സീ ഇറ്റ് യു കനോട്ട് അൺസീ ഇറ്റ് എന്നാണ് പറയുന്നത്. ഒരിക്കൽ നിങ്ങൾ ഈ സംഭവം ഇവിടെ കാണാൻ പറ്റി, അല്ലെങ്കിൽ ഈ ഒരു എൻട്രി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രാവശ്യം ഇത് കാണാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി ആ ഒരു ട്രേഡിങ് നിൽക്കും. മനസ്സിലായോ? നമുക്ക് ആ പ്രിസിഷൻ ആയിട്ടുള്ള എൻട്രി മാത്രം മതി. ഒരു പ്രാവശ്യം കയറി ഓക്കെ, നിങ്ങൾക്ക് 100 പോയിൻറ്റ് റൈഡ് ചെയ്യാൻ പറ്റിയില്ല, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. 10 പോയിൻറ്റ് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എൻട്രി ഒരു പ്രിസിഷൻ എൻട്രിയിലാണോ നമ്മൾ കയറിയേക്കുന്നത്, ഒരു കറക്റ്റ് ക്യാൻഡിലാണോ നമ്മൾ കയറിയേക്കുന്നത്? 10 പ്രാവശ്യം ചെയ്യുമ്പോൾ 3 പ്രാവശ്യം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എൻട്രി, ബാക്കിയെല്ലാം ഓക്കെ തട്ടിമുട്ടിയൊക്കെ എങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് വിചാരിക്കുക. എങ്കിൽ പോലും യു ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്നത്തെ ലെക്ചർ പറയാധികം കൂടി പോയി. എല്ലാവർക്കും നന്മകൾ വരട്ടെ. കമൻസ് ഒക്കെ എഴുതുക. കമൻസാണ് എൻ്റെ ഊർജ്ജം. ലാസ്റ്റ് വീഡിയോയ്ക്കൊന്നും ഒരു കമൻറ്റും ഇല്ല. അപ്പം കമൻസ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുക. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് നിർത്തും. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.